കേരള സർവകലാശാലയിൽ രജിസ്ട്രാർക്കെതിരെ ചാൻസലറെ സമീപിക്കുവാൻ DC. ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിലെ കാര്യങ്ങൾ വിശദമായി ഗവർണറെ അറിയിക്കും. ഇന്നലത്തെ യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം രജിസ്ട്രാർ അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കാൻ തീരുമാനിച്ചിരുന്നു. ഗോപാൽ ശിലാസനിൽ നൽകും വിശദാംശങ്ങൾ. ഗോപാൽ, എന്തൊക്കെ കാര്യങ്ങളാകും ഇന്ന് രജിസ്ട്രാർക്കെതിരെ ചാൻസലറിനോട് പറയുക? VC എന്താണ് VCയുടെ നീക്കം? ഇന്നലെ അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ സംഭവിച്ചത്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട അജണ്ട രജിസ്ട്രാറായ അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടത് ആയിരുന്നു. തുടർന്ന് സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള G. മുരളീധരൻ ഇത് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ആ പ്രമേയത്തിൽ ഒരു UDF അംഗമടക്കം 19 അംഗങ്ങൾ അദ്ദേഹത്തെ തിരിച്ചെടുക്കാം എന്ന അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തു. VCയും 2 BJP അംഗങ്ങൾ മാത്രമാണ് ഇതിൽ എതിര് പറഞ്ഞത്. ഈ എതിര് പറഞ്ഞതോടുകൂടി തന്നെ ഈ കാര്യത്തെ ചൊല്ലി വലിയ തർക്കം സിൻഡിക്കേറ്റ് യോഗത്തിൽ ഉയർന്നു. രജിസ്ട്രാർ അനധികൃതമായി സർവകലാശാലയിലെത്തി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ടത് ക്രിമിനൽ കുറ്റമാണ് എന്ന് ആരോപിച്ചായിരുന്നു VC അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ വിമുഖത കാണിച്ചത്. ഇതേ തുടർന്ന് VC ഒടുവിൽ ഈ തർക്കത്തിന് ശേഷം യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ആ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെ തന്നെ VC അറിയിച്ചതാണ് ഈ തീരുമാനം താൻ ചാൻസലറെ അറിയിക്കും. സർവകലാശാല നിയമപ്രകാരം ഇത്തരത്തിൽ അനധികൃതമായ ഒരു തീരുമാനമെടുക്കാൻ തുനിഞ്ഞാൽ അത് ചാൻസലറെ അറിയിക്കാൻ പ്രൊവിഷൻ ഉണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ നടന്ന കാര്യങ്ങൾ രേഖാമൂലം ഔദ്യോഗികമായി റിപ്പോർട്ടായി രാജ്ഭവനിലേക്ക് കൈമാറാനാണ് വൈസ് ചാൻസലർ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഈ റിപ്പോർട്ടിലും പരാമർശിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ അനധികൃതമാണ് അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നീക്കമെന്നും അദ്ദേഹം തനിക്ക് ഇല്ലാത്ത പദവിയിൽ സർവകലാശാലയിൽ ഹാജരായി സർവകലാശാലയുടെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചു, സർവകലാശാലയുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി പല വിദ്യാർത്ഥികളുടെയും സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ടു. അത്തരത്തിൽ 532 സർട്ടിഫിക്കറ്റുകളുടെ ഉള്ളടക്കം അതിൻ്റെ വിവരങ്ങളടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാകും ഈ റിപ്പോർട്ട് ചാൻസലർക്ക് സമർപ്പിക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മറുവശത്ത് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒട്ടും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. കാരണം അവർ ഹൈക്കോടതി നിർദ്ദേശത്തിലാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ ഹൈക്കോടതി അറിയിച്ചിരുന്നത് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നും ആ യോഗത്തിൽ അജണ്ടയായി തന്നെ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പരിഗണിക്കണമെന്നും അതിൽ സിൻഡിക്കേറ്റിന് ഉചിതമായി തീരുമാനിക്കാം എന്നുമായിരുന്നു. ആ സിൻഡിക്കേറ്റിന്റെ ഉചിതമായ തീരുമാനത്തെ ഇത്തരത്തിൽ വൈസ് ചാൻസലർ എതിർക്കുന്നു എന്നും വൈസ് ചാൻസലർ ഈ ഹൈക്കോടതി നിർദ്ദേശത്തെയും സർവകലാശാല നിയമങ്ങളെയും സിൻഡിക്കേറ്റിനെയും മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഒരു നീക്കം നടത്തുന്നതെന്നും സൂചിപ്പിച്ചുകൊണ്ട് ഇന്നലത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്ന കാര്യങ്ങൾ രേഖാമൂലം തയ്യാറാക്കി വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിച്ചത്. ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും. ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത്.